ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒരു ടോപ്പിക്കാണ്. കൈൻ മാസ്റ്ററിന്റെ ഒരു ട്രിക്കാണ്. കാര്യം സാധാരണ നമുക്ക് വീഡിയോയിൽ മ്യൂസിക് കൊടുക്കാറുണ്ട്. മ്യൂസിക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മ്യൂസിക് കൊടുത്ത് അടുത്ത ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മളെ സംസാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരുടെയെങ്കിലും സംസാരം വരുന്ന ഭാഗത്ത് മ്യൂസിക്കിന്റെ സൗണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വയ്ക്കാം. പക്ഷെ കുറച്ച് വയ്ക്കാതെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് മ്യൂസിക്കിന്റെ സൗണ്ട് കുറയ്ക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബർക്ക് എന്തായാലും ശരിക്കും ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അത് ഉപകാരമാവട്ടെ. എന്തായാലും നമുക്ക് ആ കൈൻ മാസ്റ്ററിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഞാൻ ഇതാ ഓപ്പൺ ചെയ്യുകയാണ്. കൈൻ മാസ്റ്റർ നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. എല്ലാ യൂട്യൂബർമാർക്കും വളരെയേറെ സഹായകരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ കൈൻ മാസ്റ്റർ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൂടി നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് പോയിട്ട് ഒരു വീഡിയോ എങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. എന്തായാലും നമുക്ക് ഈ ട്രിക്ക് എന്തിനാണെന്ന് നോക്കാം. ഈ കാണുന്ന പ്ലസ് ഐക്കണിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബിൻ്റെ 60:9 നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ ഗാലറിയിൽ നിന്നൊരു പിക്ചറും ഒരു വീഡിയോയും എടുക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം പിക്ചർ എടുക്കാൻ പോവുകയാണ്. ഇതാ ഒരു പിക്ചർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് കുറച്ച് ദൂരം കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ ഈ മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം ഇനി ഒരു വീഡിയോ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും മീഡിയ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു പിക്ചർ കൂടെ എടുക്കാം. ആ പിക്ചർ ഞാൻ സ്ക്രോൾ ചെയ്ത് കുറച്ചുകൂടെ ഇങ്ങനെ വയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. അപ്പോൾ ഞാൻ ഒരു മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ നിന്നൊരു മ്യൂസിക് ഞാനിതാ എടുക്കാൻ പോവുകയാണ്. എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴേക്കും നമുക്കറിയാം ഈ ഭാഗത്ത് ഈ മ്യൂസിക് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ സംസാരം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ വരുന്ന നമുക്ക് ഒരു സൗണ്ടുള്ള നമുക്ക് എന്തെങ്കിലും സൗണ്ടുള്ള ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇത് നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനൊരു ഷോർട്ട് കട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ നമ്മുടെ ഈ സംസാരം വരുന്ന ഭാഗത്ത് സൗണ്ട് വരുന്ന ഭാഗത്ത് നമുക്ക് സംസാരം കേൾക്കാൻ കണക്കിന് നമുക്ക് ഈ മ്യൂസിക്കിൻ്റെ സൗണ്ട് എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ മ്യൂസിക്കിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യണം. ഇതുപോലെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഈ ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഡിസേബിൾ ആയിട്ട് കിടക്കും, നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കും. നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്താണോ നമ്മുടെ സംസാരം അല്ലെങ്കിൽ സൗണ്ട് ഉള്ളത്, മറ്റുള്ള സൗണ്ട് ഉള്ളത് എന്നുള്ള ആ ഭാഗം, അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷൻ നമ്മൾ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വോളിയം കൂട്ടുന്നതിന് തൊട്ട് അടുത്തതായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ ഒരു സിമ്പൽ വീണ്ടും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് കുറച്ച് ഏകദേശം 88 ഈ രീതിയിൽ വച്ചതിന് ശേഷം നമ്മൾ വോളിയം ശകലം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും പ്ലേ ചെയ്യാൻ പോവുകയാണ്.
ഇപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മൊബൈൽ ടെക് വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ അമർത്തുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ ടെക് വീഡിയോകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിന് ഗുഡ് ബൈ. MK ചോയ്സ്. അപ്പോൾ നമുക്ക് മ്യൂസിക് മാത്രം വേണ്ടുന്ന ഭാഗത്ത് ആ മ്യൂസിക്കിൻ്റെ വോളിയം കറക്റ്റായി കേൾക്കുകയും എന്നാൽ നമ്മുടെ സൗണ്ട് വരുന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ മ്യൂസിക്കിൻ്റെ വോളിയം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ്. കാര്യം നമ്മുടെ സൗണ്ടിൻ്റെ ഇടയിൽ മ്യൂസിക് കയറും എന്നത് കേൾക്കാൻ പറ്റാത്ത രീതിയിലാകത്തില്ല. ഏതുതരം വീഡിയോ ചെയ്യുന്നവർക്കായിരുന്നാലും ഇത് ഉപകാരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.